യുദ്ധത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് ഇരുമ്പിൻ്റെ വളയം തളച്ചുപോയി. അപ്പോൾ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് തൻ്റെ പല്ല് കൊണ്ട് ആ വളയത്തെ കടിച്ചങ്ങെടുത്തു. പല്ല് പോയി, തറച്ചു പോയതല്ലേ, വേറെന്തെങ്കിലും ഇരുമ്പ് കൊണ്ട് എടുക്കാമല്ലോ. എന്തിനാ ഈ സ്വഹാബി കടിച്ചെടുത്തത്? ആ സ്വഹാബിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുൻപല്ല് കളഞ്ഞു. വേറൊരു സാധനം കൊണ്ട് എടുത്തു മാറ്റുന്നത് വരെ റസൂലുള്ള വേദന സഹിക്കുന്നത് ആ സ്വഹാബിക്ക് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. ഈ സ്വഹാബിയെ പറ്റി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ സമുദായത്തിൽ ഏറ്റവും വിശ്വസ്തൻ ഈ സ്വഹാബി എന്നാണ്. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊമ്പ് വെച്ചു. ഈ കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മോശപ്പെട്ട രക്തമെടുക്കുന്ന രോഗത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന രീതിയാണ് കൊമ്പ് വെക്കൽ. അതിൻ്റെ ചോര ഒരു സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തു. ആ സ്വഹാബി ചോര പുറത്തേക്ക് ഒഴിക്കുന്നതിനായിട്ട് മുന്നോട്ട് പോയി. റസൂലുള്ള തിരിഞ്ഞതും ഈ സ്വഹാബി അതിനെ കുടിച്ചു. ചോര നജസല്ലേ, പക്ഷേ അള്ളാഹു റസൂലുള്ളാക്ക് കൊടുത്ത പ്രത്യേകതയിലൊന്നാണ് റസൂലുള്ളാൻ്റെ രക്തം നജസല്ല എന്നുള്ളത്. ഇത് ആരുടെ ചോരയാ? റസൂലുള്ളാൻ്റെ അല്ലേ. അദ്ദേഹം തിരികെ വന്നപ്പോൾ റസൂലുള്ള ചോര എവിടെയെന്ന് ചോദിച്ചു. ആ സ്വഹാബി പറഞ്ഞു, ഞാനത് സംരക്ഷിക്കപ്പെടുന്ന പാത്രത്തിലൊഴിച്ചു. റസൂലുള്ള ചോദിച്ചു, നീ അത് കുടിച്ചോ? കുടിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞതെന്താണെന്നറിയോ? എൻ്റെ രക്തം ഒരാളിൽ പ്രവേശിച്ചാൽ പരീക്ഷണമുണ്ടാവും, നീ പരീക്ഷണത്തിന് തയ്യാറായിക്കോന്ന്. പരീക്ഷണം ആർക്കാ ഉണ്ടാവുക? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക്. പരീക്ഷണത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം നേരിടുന്നത് ആരാ നബിയെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താണെന്നറിയോ? ലോകത്തിൽ ഏറ്റവും പരീക്ഷണം നേരിടുന്നത് നബിമാരാണ്, പിന്നെ അതിനടുത്ത യോഗ്യന്മാർ, പിന്നെ അതിനടുത്ത യോഗ്യന്മാർ. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കേ പരീക്ഷണം കൊടുക്കൂ. ബുസ്ര എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ജോർദാനിൽ. കച്ചവടത്തിനായി സിറിയയിലേക്ക് അബൂ ത്വാലിബിൻ്റെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയാണ്. റസൂലുള്ളാൻ്റെ വാപ്പാൻ്റെ അനിയനാണ് അബൂ ത്വാലിബ്. സാധാരണയായി ഒരു മഠത്തിൻ്റെ പരിസരത്തിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുക. അങ്ങനെ പോകുമ്പോൾ സാധാരണ വിശ്രമിക്കുമായിരുന്നു. ബുസ്രയിലൊരു മരമുണ്ട്. ഇന്നും ലോകം ആ മരത്തെ സംരക്ഷിക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ റസൂലുള്ള ഇരുന്നു. അന്ന് വിശ്രമിച്ചപ്പോൾ ബുഹൈറ എന്ന പുരോഹിതൻ ആളെ അയച്ചു, ആ യാത്രക്കാരെ മുഴുവനും ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ ബുഹൈറ ചോദിച്ചു, എല്ലാവരും വന്നോ? അപ്പോൾ വന്നു എന്ന് പറഞ്ഞു. ബുഹൈറ പറഞ്ഞു, വന്നിട്ടില്ല. അല്ല, വന്നിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ കൂട്ടത്തിൽ ഇനിയും ആള് ബാക്കിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, കച്ചവട ചരക്ക് സാധനങ്ങളെല്ലാം സംരക്ഷിക്കാനായിട്ട് കുട്ടിയെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അങ്ങനെ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ബുഹൈറ പറഞ്ഞു, ഈ കുട്ടിയുടെ വാപ്പ ഇപ്പോൾ ഉണ്ടാവില്ല എന്ന്. അതെ, വാപ്പ ഇല്ല. ഓരോന്നും ബുഹൈറ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ വാപ്പാൻ്റെ അനിയനുണ്ട്, അബൂ ത്വാലിബാണ്. അപ്പോൾ അബൂ ത്വാലിബിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, സിറിയയിലേക്ക് പോകരുത്. സിറിയയിൽ ഈ കുട്ടി പോകാൻ പാടില്ല. കാരണം സിറിയ ജൂതന്മാരുടെ കേന്ദ്രമാണ്. ജൂതന്മാർ ഈ കുട്ടിയെ കൊന്നുകളയും. കാരണം ഈ കുട്ടിയിൽ നുബുവത്തുണ്ട്. നിങ്ങൾ മലയിറങ്ങി വരുന്ന സമയത്ത് തന്നെ മേഘം തണലിടുന്ന ഒരാളെ ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങളിൽ മഹത്വമുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ സൽക്കരിക്കാനാണ് ഞാനിവിടെ സൽക്കാരം വെച്ചത്. പക്ഷേ ആ മേഘം ഇങ്ങോട്ടേക്ക് വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഇനിയും അവിടെ ബാക്കിയുണ്ടെന്ന്. ഈ കുട്ടി അവസാന കാലത്തെ നബിയാണ്. ഇതിനേക്കാൾ വലിയ ഒരാൾ ലോകത്തില്ല. ഇതിനേക്കാൾ വലിയ ഒരാളെ പ്രപഞ്ചത്തിൽ ദൈവം പടച്ചിട്ട് തന്നെ ഇല്ല. ഈ കുട്ടിയെ ജൂതന്മാർ കൊന്നുകളയും.
അതുകൊണ്ട് ഒരിക്കലും സിറിയയിലേക്ക് പോകരുത്. ജോർദാനിലേക്ക് തിരിച്ചയച്ചു റസൂലുള്ളാനെ. ഇതാരാ? മഠത്തിലെ പുരോഹിതനാ പറയുന്നത്. റസൂലുള്ളാനെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു റസൂലുള്ളാന് കൊടുത്ത സ്ഥാനം എത്രയാ!